ഹലോ മച്ചാമാരെ, നമ്മളെ ഫ്രണ്ടിനെ വിളിച്ചപ്പോൾ നമ്മളെ ഫ്രണ്ട് തന്നതാണ് ഈ ബ്രാല്. എന്തായാലും വല്ല ബ്രാലിനെ ഒന്ന് ഫ്രീ ആക്കാന്നുള്ള തീരുമാനത്തിൽ ഇതിനെ വൃത്തിയാക്കാനുള്ള തയ്യാറെടുപ്പും കാര്യങ്ങളും കാണുന്നത് പറയണ്ട. ഇത് ഫ്രിഡ്ജ് വെച്ച കാലം കൊണ്ടേ വൃത്തിയാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായി. ഒരു സൈഡ് അങ്ങനെ പൊളിച്ചെടുത്ത് നേരെ അപ്പുറത്തെ സൈഡ് അങ്ങനെ വൃത്തിയാക്കണം. മക്കളൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിലാണ്. അവർക്ക് ഭയങ്കര സന്തോഷത്തിൽ കണ്ടു നോക്കുമ്പോൾ മീൻ നന്നാക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര റിസ്ക് ഉള്ള കാര്യം തന്നെ കേട്ടോ. എളുപ്പം നല്ല ഈ സാധനം ഇങ്ങനെ സെറ്റാക്കി എടുക്കല് ഭയങ്കര റിസ്ക്കാണ്. ഹെവി റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെവി റിസ്ക്കാണ്. തിന്നുമ്പോൾ ഒരു കുഴപ്പമില്ല, അടിപൊളിയാണ്. മക്കളിങ്ങനെ ഓരോന്നോരോന്ന് പറയണം, ഇത് നല്ല അടിപൊളിയാണ്, തിന്നുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും, സൂപ്പറാവും എന്നൊക്കെയുള്ള ഓരോരോ അഭിപ്രായങ്ങൾ തലങ്ങും വിലങ്ങും. ഇതങ്ങനെ മുറിക്കിപ്പോൾ ഇങ്ങനെ മുറിക്കിപ്പോൾ മറ്റേ ഇങ്ങനെ മുറിച്ച് കഴിഞ്ഞാൽ അത് ശരിയാവുള്ളൂ എന്നൊക്കെയാണ് ഓരോരുത്തർ നമ്മളെ പഠിപ്പിക്കുന്നത്. അന്നേരം വേണ്ട നല്ല രസത്തിൽ ഇത് ഇങ്ങനെ ഒരു മക്കളായിട്ട് ഇങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് അടിപൊളിയാണല്ലോ. അങ്ങനെ ആ മുറിച്ച് കഴിഞ്ഞ് അടുത്ത സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ കഴുകലാണ്. അങ്ങനെ കഴുകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവേ മീനൊരു ചളിച്ചോയ ഉണ്ടാവും. ഈ കായൽ മീനായി കഴിഞ്ഞാൽ കുളത്തിൻ്റെ മീനൊക്കെ ആയി കഴിഞ്ഞാൽ ചോയ ഉണ്ടാവും. അപ്പോൾ പരമാവധി നമ്മൾ എത്രത്തോളം കഴുകാൻ പറ്റും അത്രത്തോളം എന്ത് ചെയ്യുക, കഴുകണം. ഞാനൊരു 4-5 പ്രാവശ്യം കഴുകിയിട്ടുണ്ട്, അത് വേറെ കാര്യം. കാരണം ഇതൊക്കെ നമുക്ക് ആ ചളിച്ചോയ എന്ന് പറഞ്ഞ സാധനം തീരെ പറ്റില്ല. ഉപ്പും അതുപോലെ തന്നെ മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ട് നല്ല വൃത്തിയിൽ നല്ല ലെവലിൽ കഴുകണം. അപ്പുറത്തെ ആ പാത്രത്തിലിരിക്കുന്നത് പഞ്ഞീനാണ് കേട്ടോ. ഇപ്പം നമ്മളെ സുഹൃത്ത് തന്ന മീനാണ്. അത്യാവശ്യം വലിപ്പമുണ്ടായിരുന്ന മീൻ വീട്ടിൽ കണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഒലുമ്പി ഇങ്ങനെ കഴുകണം, തിരുമ്പി. കാരണം നേരാണ് അതിൻ്റെ നോളെ ആ ഒരു ഇതൊക്കെ കണ്ട് പോവുള്ളൂ. കാരണം ഒക്കെ അത് കൂട്ടുമ്പോൾ നല്ല ടേസ്റ്റ് കിട്ടണമെന്നുണ്ട് വെച്ചെങ്കിൽ ആ ചളിച്ചോയ അങ്ങനത്തെ ഐറ്റംസൊക്കെ മാറണം. ഇല്ലാന്നുണ്ട് വെച്ചെങ്കിൽ ഇതിനൊരു രുചി ഉണ്ടാവില്ല. അതാണ് ഇതിൻ്റെ സത്യം. കഴുകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കഴുകൽ കുറച്ച് കൂടുതലാണ്. കഴുകി ഒരു വിധാക്കിയെങ്കിലാണ് നമുക്ക് ശരിയാവുള്ളൂ. കാരണം ഈ ചളിച്ചോയ നമുക്ക് തീരെ പറ്റാത്ത കാരണം കൊണ്ട് ഇത് സെറ്റാക്കി എടുക്കണം എന്നുണ്ട് വെച്ചെങ്കിൽ ഇങ്ങനെ ആക്കി എടുക്കണം. അല്ലാണ്ട് ഇത് ശരിയാവില്ല. അപ്പം അതാണ് ഈ കാണുന്നത്. കണ്ട ഒരു പ്രാവശ്യം 2 പ്രാവശ്യം എന്നല്ല, 4-5 പ്രാവശ്യം കഴുകി സെറ്റാക്കി ഇങ്ങനെ എടുക്കണം. അടുത്ത സെക്ഷൻ മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ടൊന്ന് ഉഷാറാക്കി എടുക്കണം. മഞ്ഞപ്പൊടി എന്ന് പറഞ്ഞാൽ മെയിനാണ്. മഞ്ഞപ്പൊടി ഇട്ടിട്ട് കഴുകിയില്ലെങ്കിൽ തീരെ ക്ലിയർ ആവില്ല. കണ്ട അതിൻ്റെ കളർ കണ്ട, അതിൻ്റെ ചോരി അതുപോലെ തന്നെ മറ്റുള്ളതൊക്കെ വൃത്തിയാക്കി ഇടും. മഞ്ഞൾപ്പൊടി ലേശം ഉപ്പും കൂടി ഇട്ടിട്ട് ഒരു 10-15 മിനിറ്റ് വെള്ളത്തിയിട്ട് വെക്കണം. അപ്പോൾ അതിൽ വിഷാംശം അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ടെച്ചെങ്കിൽ അതൊക്കെ പോയി കിട്ടും. അപ്പോൾ അതാണ്. അങ്ങനെ ഇത് കഴിഞ്ഞ് ഞാൻ ഒരു 15 മിനിറ്റ് വെള്ളത്തിയിട്ട് നേരെ കായാൻ പറ്റുക. അതാണ് അടുത്ത പരിപാടി. അത് മീൻ്റെ പഞ്ഞീനാണ്. വലിയ ബ്രാലെന്ന് പറഞ്ഞാൽ വലിയ ബ്രാലാണ്, അടിപൊളി സാധനം. ഇത് പിന്നെ മസാല ഒക്കെ പറ്റി സെറ്റാക്കിയിട്ട് പൊരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ തിന്നണ വീഡിയോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഇതിൽ തിന്നണതില്ല കേട്ടോ.